So hello guys, welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും എക്സാം പ്രെപ്പ് ടിപ്സിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഗൈസ് എൻ്റെ ടേബിൾ ഭയങ്കര മെസ്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നീറ്റ് ആക്കിയായിരുന്നു. പിന്നെ ഡയറിയിൽ കുറച്ച് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് എഴുതി. അപ്പം നിങ്ങൾക്ക് എക്സാം ഒക്കെ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ ടേബിൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. സോ ഗൈസ് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കെമിസ്ട്രി പഠിക്കാൻ വിചാരിച്ചു. എക്സാമിൻ്റെ ജസ്റ്റ് ഞാൻ ഒന്നും കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ജസ്റ്റ് പഠിക്കാൻ തുടങ്ങി. ഞാൻ മാർക്ക് ചെയ്തു ഇതൊക്കെ ടഫ് ഈസി അങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്തു. നമ്പർ 1 പ്രയോറിറ്റൈസ് യുവർ സബ്ജക്റ്റാണ്. നമ്മൾ എപ്പോഴും പറയുന്നൊരു പോയിന്റ് തന്നെയാണ്. നിങ്ങളുടെ സബ്ജക്റ്റിനെ നിങ്ങൾ നന്നായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്പർ 2 ഓർഗനൈസ് യുവർ സ്റ്റഡി സ്പേസ്. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തത്. നമ്മുടെ സ്റ്റഡി സ്പേസ് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുക. നമ്പർ 3 ഓർഗനൈസ് യുവർ ടൈം. നിങ്ങൾ ടൈം നിങ്ങൾ മാനേജ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട് ഇരിക്കേണ്ടത്. നമ്പർ 4 കീപ് യുവർ ഇൻട്രസ്റ്റ് ഇൻ ഈച്ച് സബ്ജക്റ്റ് ഫോർ ബാലൻസ് സ്റ്റഡി. അതായത് എല്ലാ സബ്ജക്റ്റിനും ഒരുപോലെയുള്ള ഇൻട്രസ്റ്റ് തന്നെ കൊടുക്കാം. ചിലപ്പോൾ ചിലവർക്ക് ഈ സബ്ജക്റ്റ് വലിയ ഇഷ്ടം ഉണ്ടാവില്ല, എന്നാൽ ഈ സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ വരരുത്. നമ്പർ 5 ബി റിയലിസ്റ്റിക് ആൻഡ് ക്രിയേറ്റീവ്. അറിയാലോ, റിയലിസ്റ്റിക് ആൻഡ് ക്രിയേറ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കാം. ചെക്ക് യുവർ ഓൾഡ് എക്സാം പേപ്പേഴ്സാണ് നമ്പർ 6 ആയിട്ടുള്ള. അതായത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ആവും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക എന്നുള്ളൊരിതുണ്ടാവും. നമ്പർ 7 എക്സസൈസ് ടു വാം അപ്പ് യുവർ ബോഡി. അറിയാലോ, എക്സസൈസ് ചെയ്യുക നിങ്ങളുടെ ബോഡി ജസ്റ്റ് ഒന്ന് വാം അപ്പ് ആവാൻ. അപ്പോൾ നിങ്ങൾ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നതിന് നല്ല അതിന് മുമ്പ് തന്നെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്പർ 8 ടേക്ക് ബ്രെയിൻ ഫുഡ്. അതായത് നിങ്ങളുടെ ബ്രെയിനിന് വേണ്ട ഫുഡ് ഉണ്ടാവില്ലേ, അതായത് ഫുഡ് കഴിക്കുക ജസ്റ്റ്. ഓക്കെ. നമ്പർ 9 റിലാക്സ് യുവർ മൈൻഡ്. എപ്പോഴും ഇരുന്ന് പഠിക്കേണ്ട കുറച്ച് റിലാക്സ് ഒക്കെ ആക്കാൻ വേണ്ടി നിങ്ങളുടെ മൈൻഡിനെ ശ്രമിക്കാം. നമ്പർ 10 ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. പ്ലെൻറ്റി ഓഫ് വാട്ടർ നിങ്ങൾ കുടിക്കാനായി ശ്രമിക്കുക. അപ്പോൾ ഇത്ര 10 ടിപ്സാണ് എനിക്ക് പറയാനുള്ളത്. സോ ഗൈസ് പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാൻ ജസ്റ്റ് സ്നാക്സ് ഒക്കെ കഴിച്ചു. ബ്രേക്ക് ടൈമൊക്കെ പറയുമ്പോൾ നമുക്ക് വിശക്കുമ്പോൾ സ്നാക്സ് ഒക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ കേട്ടോ. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.